ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയ കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച്, അപ്പോസ്തലൻ്റെ ജീവിതകാലത്തെക്കുറിച്ച്, മിഷണറി യാത്രകളെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പരിശുദ്ധനായ അപ്പോസ്തലൻ്റെ ജീവിത അന്ത്യത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ പരിശുദ്ധനായ അപ്പോസ്തലൻ ദൈവസന്നദ്ധിയിൽ എങ്ങനെയാണ് തൻ്റെ ജീവിത അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത്? ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാറക്കുമോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാഥ സ്വർഗീയ പിതാവേ, അവിടുത്തെ വിശുദ്ധ വചനത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് പഠിക്കുന്നതായ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സ്വീകരിച്ച് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ തുറന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ആമീൻ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോസ്തലൻ തൻ്റെ ജീവിതകാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി യഹൂദ മതത്തിലെ ഒരു പ്രധാന സ്ഥാനിയായി നിന്നുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്ന വ്യക്തിയാണ്. 28-ാമത്തെ വയസ്സിൽ സന്നിദ്രീം സംഘത്തിലെ ഒരംഗമായി മാറിക്കൊണ്ട് പരിശുദ്ധനായ അപ്പോസ്തലൻ ക്രിസ്ത്യാനികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു. അത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ദമസ്കോസിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ പരിശുദ്ധ അപ്പോസ്തലൻ ദമസ്കോസിൽ ചെന്ന് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാനായി പോയി. ആ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് അവനെ വിളിച്ച് വേർതിരിച്ചതെല്ലാം നാം പഠിച്ചു. വലിയവനായിരുന്ന ശൗൽ എന്ന വ്യക്തിയെ പൗലോസ് എന്ന ചെറിയവനാക്കി കർത്താവ് മാറ്റി. ഹാനനിയ തൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് അവനെ അനുഗ്രഹിച്ച് ദൈവ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടു. തുടർന്ന് അങ്ങോട്ടുള്ള അപ്പോസ്തലൻ്റെ ജീവിതകാലമെല്ലാം വളരെ അനുഗ്രഹം നിറഞ്ഞതായിരുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പരിശുദ്ധനായ അപ്പോസ്തലൻ തിരുവായി മൊഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞതുകൊണ്ട്. പരിശുദ്ധ അപ്പോസ്തലൻ്റെ ജീവിതത്തെ നാം തുലനം ചെയ്ത് പഠിക്കുമ്പോൾ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുന്ന, ക്രിസ്തുവിനെ യഥാർത്ഥമായി ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ തിരുവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷിയായി പ്രസംഗിച്ചു നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ പരീശന്മാരെല്ലാവരും കൂടി ചേർന്ന് അപ്പോസ്തലനെ കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. അപ്പോസ്തലനെ വധിച്ച് അവനെ പിടിച്ചുകെട്ടി വധിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ ആലോചനകൾ നടക്കുമ്പോൾ സഹസ്രാധിപൻ ഇതറിഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരികയാണ്. അവരുടെ അടുക്കൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സഹസ്രാധിപൻ കൊണ്ടുവരികയാണ്. ജനം ഇദ്ദേഹത്തെ വിസ്താരം ചെയ്യുവാനായി ആവശ്യപ്പെട്ട് കുറ്റക്കാരനെന്ന് കണ്ടുപിടിക്കുമ്പോൾ സഹസ്രാധിപനോട് ഇവനെ വധിച്ചു കളയണമെന്നാണ് ആർത്തു വിളിച്ചുകൊണ്ട് ഇവർ പറയുന്നത്. എന്നാൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഒരു റോമ പൗരനാണെന്ന് മനസ്സിലാക്കിയ സഹസ്രാധിപൻ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ പൗലോസ് അപ്പോസ്തലനെ ബന്ധന വിമുക്തനാക്കി പട്ടാള സംരക്ഷണയിൽ മറ്റുള്ളവർ അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കുവാൻ വേണ്ടി പട്ടാള സംരക്ഷണയിൽ അദ്ദേഹത്തെ സൂക്ഷിച്ചു വെച്ചു. രാത്രിയിലെ ദർശനത്തിലൂടെ കർത്താവ് അപ്പോസ്തലനോട് പറയുന്നത് വളരെ ശ്രദ്ധേയമായ വാക്കുകളാണ്. പ്രക്സീസിൻ്റെ പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ശക്തനായിരിക്കുക, എന്തെന്നാൽ നീ യെരുശലേമിൽ എന്നെക്കുറിച്ച് സാക്ഷിച്ച് പറഞ്ഞതുപോലെ തന്നെ റോമയിലും എന്നെക്കുറിച്ച് സാക്ഷിക്കേണ്ടതാകുന്നു. കർത്താവ് അപ്പോസ്തലനെ ശക്തിപ്പെടുത്തുകയാണ്. നീ ശക്തനായിരിക്കുക, നിന്നെ ഞാൻ കൈവിടുകയില്ല. നീ യെരുശലേമിൽ പ്രഘോഷിച്ചതുപോലെ തന്നെ റോമാദേശത്തും പോയി എന്നെക്കുറിച്ച്
ദൈവവചനങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കേണ്ടതാകുന്നുവെന്ന്. പൗലോസിൻ്റെ വിരോധികളായ ചില വ്യക്തികൾ അദ്ദേഹത്തെ കൊല ചെയ്യുന്നതുവരെ യാതൊരു ആഹാരവും കഴിക്കുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് അവിടെ തന്നെ ആയിരുന്നു. ഈ വിവരം പരിശുദ്ധനായ അപ്പോസ്തലൻ്റെ സഹോദരീ പുത്രൻ അറിഞ്ഞിട്ട് അദ്ദേഹം സഹസ്രാധിപനെയും പൗലോസിനെയും ഈ കാര്യം ധരിപ്പിച്ചു. സഹസ്രാധിപൻ രാത്രിയിൽ തന്നെ പട്ടാളക്കാരുടെ അകമ്പടിയോടെ സംരക്ഷണയോടുകൂടെ പരിശുദ്ധനായ അപ്പോസ്തലനെ അവിടെ നിന്ന് മാറ്റുകയാണ്. കൈസരിയായിൽ ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കിലേക്ക് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ സഹസ്രാധിപൻ പട്ടാള അകമ്പടിയോടുകൂടെ കൊണ്ടുപോവുകയാണ്. ഈ സമയം തന്നെ മഹാപുരോഹിതനായ ഹാനനിയ ചില അനുയായികളോടും തർത്തലോസ് എന്ന വക്കീലിനോടൊപ്പം ചേർന്ന് ഈ ഫെലിക്സിൻ്റെ അടുക്കൽ കൈസരിയായിൽ ചെന്ന് പൗലോസ് അപ്പോസ്തലനെതിരെ അന്യായം ബോധിപ്പിക്കുക. പക്ഷേ റോമൻ നിയമം അനുസരിച്ചുള്ളതായ കുറ്റമൊന്നും അപ്പോസ്തലൻ ചെയ്തിട്ടില്ല. ഇത് ദേശാധിപന് മനസ്സിലായി. അദ്ദേഹം ചെയ്തതെന്താണ്? അദ്ദേഹം അപ്പോസ്തലനെ യാതൊരു ശിക്ഷയും കൊടുക്കാതെ വെറുതെ വിട്ടു. പക്ഷേ യഹൂദന്മാരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹത്തെ പൗലോസ് അപ്പോസ്തലനെ അവിടെ നിന്ന് പറഞ്ഞയച്ചില്ല. ആ തടവിൽ തന്നെ ആക്കി വയ്ക്കുകയാണ് ചെയ്തത്. 2 കൊല്ലം കഴിഞ്ഞ് ഫെലിക്സ് തൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഫെസ്തോസ് ദേശാധിപതിയായി വന്നപ്പോൾ യഹൂദ പ്രമാണിമാരെല്ലാവരും കൂടി ചെന്നിട്ട് ഫെസ്തോസിനോട് പറയുകയാണ്, പൗലോസ് അപ്പോസ്തലനെ ഒരിക്കൽ കൂടെ വിസ്തരിക്കണം. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവനെ വെറുതെ ശിക്ഷ കൊടുക്കാതെ മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. തടവിലിട്ടാൽ മാത്രം പോരാ, അവന് ശിക്ഷ കൊടുക്കണം. അവനെ ഒരിക്കൽ കൂടി വിസ്തരിച്ച് അവന് ശിക്ഷ കൽപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഇതേക്കുറിച്ച് ഫെസ്തോസ് അപ്പോസ്തലനോട് ചോദിക്കുന്നു. യെരുശലേമിൽ നിന്ന് തനിക്ക് അനുകൂലമായി യാതൊന്നും കിട്ടുകയില്ല എന്ന് പരിശുദ്ധനായ അപ്പോസ്തലന് വ്യക്തമായിട്ടറിയാം. റോമ പൗരന്മാർക്ക് പ്രത്യേകമായൊരു അധികാരമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രശ്നങ്ങളിൽ അവർക്ക് കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ ആ കേസുകളിൽ നിന്ന് അവർക്ക് തന്നെ ഒരു അപ്പീൽ കൈസരുടെ അടുക്കൽ കൊടുക്കുവാനുള്ളതായ ഒരു അനുവാദം അവർക്കുണ്ട്. ആ കേസിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതിൻ്റെ അവസാനമായൊരു അപ്പീൽ കൈസരുടെ അടുക്കൽ കൊടുക്കുവാനുള്ള വലിയൊരു അധികാരം, അത് റോമ പൗരത്വമുള്ള വ്യക്തിക്ക് കിട്ടുന്നതായ ഒരു അധികാരമാണത്. അത്തരമൊരു അധികാരം പൗലോസ് അപ്പോസ്തലനുണ്ട്. കാരണം നമ്മൾ ആദ്യമേ പഠിച്ചു, അപ്പോസ്തലൻ ജന്മന റോമ പൗരത്വമുള്ള വ്യക്തിയായിരുന്നു. ഈ അപ്പോസ്തലൻ ഈ അധികാരം ഉപയോഗിച്ചു തന്നെ കൈസരുടെ അടുക്കൽ ഒരു അപ്പീൽ കൊടുക്കുകയാണ്. ദേശാധിപതിയുടെ ആലോചനാ സഭ ഈ അപ്പീലിനെ കുറിച്ച് ചർച്ച ചെയ്ത് ആ അപ്പീൽ തുടർന്നു പോകുവാൻ വേണ്ടിയുള്ളതായ അനുവാദം അവിടെ കൊടുത്തു. അപ്പീൽ അനുവദിച്ചു കൊണ്ടുള്ളതായ ഒരു അനുവാദം അവിടെ കൊടുക്കുകയാണ്. ഇതിനിടെ ഹെരോദ അഗ്രിപ്പ രാജാവ് കൈസരിയിൽ ദേശാധിപതിയെ കാണുവാനായി കടന്നു വന്നപ്പോൾ വിശുദ്ധ പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അത് ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തലൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രസംഗിക്കണം, ആ പ്രസംഗം എനിക്കും ഒന്ന് കാണണം. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപാകെ പരിശുദ്ധനായ അപ്പോസ്തലൻ വളരെ മനോഹരമായൊരു പ്രസംഗം നടത്തുകയാണ്. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപാകെയുള്ളതായ പൗലോസിൻ്റെ പ്രൗഢഗംഭീരമായ പ്രസംഗം കേട്ട് അമ്പരന്നു പോയ ഫെസ്തോസ് പറയുകയാണ്, പൗലോസേ, നിനക്ക് ഭ്രാന്താണ്. അധിക വിദ്യ നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. പരിശുദ്ധനായ അപ്പോസ്തലൻ റോമ നിയമമനുസരിച്ചുള്ളതായ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് അഗ്രിപ്പ രാജാവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നിട്ടുകൂടെ കൈസർക്ക് അപ്പീൽ കൊടുത്തിരിക്കുന്നതിനാൽ ഇനി തീരുമാനമൊന്നും എടുക്കാൻ
ദേശാധിപതിക്ക് അധികാരമില്ലാതെയായി. അദ്ദേഹം അവിടെ നിന്നും അങ്ങനെ തന്നെ മടങ്ങുകയാണ്. ഫെസ്തോസിൻ്റെ കൽപ്പന പ്രകാരം യൂലിയോസ് എന്ന ശതാധിപൻ്റെ മേൽനോട്ടത്തിൽ വിശുദ്ധ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും കൈസരിയിൽ നിന്ന് കപ്പൽ വഴി റോമിലേക്ക് അയച്ചു. കപ്പൽ ക്രേത്താദ്വീപിലെ തുറമുഖത്ത് എത്തിയപ്പോൾ കാലാവസ്ഥയുടെ തകരാറ് മൂലം ഉടനെ തുടർന്നുള്ള യാത്രയ്ക്ക് അപകടകരമാണെന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൂടെയുള്ളവരോട് അറിയിച്ചു. എന്നാൽ ഈ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അവർ കപ്പൽ യാത്ര തുടർന്നു കൊണ്ടുപോകുകയാണ്. അതിഭയങ്കരമായ കാറ്റ്, കപ്പൽ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ് വഴിതെറ്റി 14 ദിവസം പല വഴിയായി ഒഴുകി നടന്നു. കപ്പലിൽ ഉള്ളവർ ഭയപ്പെട്ട് ആഹാരം കഴിക്കാതെ നിന്നു. അവർ മരണം കാത്തിരിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ചെന്ന് അവരെ ധൈര്യപ്പെടുത്തി. അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലൻ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം കപ്പലിൽ അവസാനിക്കുകയില്ല, ഈ കടലിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയില്ല. നിങ്ങൾ അതോർത്ത് ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആഹാരം കഴിച്ചു. കപ്പൽ മെലിത്തി ദ്വീപിൽ തട്ടിത്തകർന്ന് കപ്പലിലെ പലകകളിലും മറ്റും പിടിച്ച് യാത്രക്കാരെല്ലാവരും കരയ്ക്ക് എത്തിച്ചേർന്നു. കപ്പലിൻ്റെ പലകകളിലും മറ്റും പിടിച്ച് യാത്രക്കാരെല്ലാം തുഴഞ്ഞ് നീന്തി കരയ്ക്കെത്തിച്ചേർന്നപ്പോൾ ഏറെ ക്ഷീണിതരായി. അവിടെ അവർക്ക് വെല്ലുവിളിയായി അതിഭയങ്കരമായ തണുപ്പും. തണുത്ത് വിറച്ച യാത്രക്കാർ തീ കൂട്ടിക്കൊണ്ട് തണുപ്പ് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അത്ഭുതം അവിടെ നടന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ ഒരു വിഷപ്പാമ്പ് കടിച്ചു. പക്ഷേ വിഷപ്പാമ്പ് കടിച്ചിട്ടും അപ്പോസ്തലന് ഒന്നും സംഭവിച്ചില്ല. അപ്പോസ്തലന് വിഷപ്പാമ്പ് കടിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം ഒരു മഹാപാപിയാണ്, അതുകൊണ്ടാണ് പാമ്പ് അദ്ദേഹത്തെ കടിച്ചതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വിഷമേൽക്കാതിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് അവർ പറഞ്ഞു, ഇദ്ദേഹം മഹാവലിയൊരു മനുഷ്യനാണ്, ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് എന്ന്. അങ്ങനെ ആ ദ്വീപിൽ കഴിച്ചുകൂടിയ ആ നാളുകളിൽ ആ ദ്വീപിലെ പ്രമാണിയായ പുപ്പിലിയോസിൻ്റെ പിതാവ് ഉൾപ്പെടെ അവിടുത്തെ പല രോഗികളെയും പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിക്കൊണ്ട് അത്ഭുതങ്ങൾ പരിശുദ്ധനായ അപ്പോസ്തലൻ അവിടെ പ്രവർത്തിച്ചു. മിലിത്തിയിൽ നിന്ന് അവരെല്ലാവരും പുറപ്പെട്ട് ഒരു പുതിയ കപ്പലിൽ റോമിലേക്ക് യാത്ര തിരിക്കുകയാണ്. സറക്കോസ്, റെഗിയോൻ, പുത്തിയാലോസ് എന്നീ സ്ഥലങ്ങൾ വഴി അവർ റോമിൽ എത്തിച്ചേർന്നു. റോമിലെത്തിയ പരിശുദ്ധനായ അപ്പോസ്തലന് അവിടെ വലിയൊരു അത്ഭുതം അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ തടവിലല്ല പാർപ്പിച്ചത്, മറിച്ച് അദ്ദേഹത്തിന് ഒരു പടയാളിയോടൊപ്പം ഒരു വീട്ടിൽ പാർക്കുവാനും അവിടെ അദ്ദേഹത്തിന് അതിഥികളെ സ്വീകരിക്കുവാനും അവരോട് വചനം പ്രഘോഷിക്കുവാനുമുള്ളതായ അനുവാദം ലഭിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നവരെ സ്വീകരിച്ച് അവരോട് ദൈവവചനം പ്രസംഗിച്ച് അവിടെ കഴിച്ചുകൂട്ടി. 2 കൊല്ലം ഇങ്ങനെ റോമിൽ താമസിച്ച ശേഷം പരിശുദ്ധനായ അപ്പോസ്തലനെ വിട്ടയച്ചു. ഈ റോമിൽ താമസിച്ച ഈ 2 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധനായ അപ്പോസ്തലൻ എഴുതിയതായ പുസ്തകങ്ങളാണ്, ലേഖനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്നുള്ളത്. ഈ ലേഖനങ്ങൾ, ഈ 4 ലേഖനങ്ങൾ, എഫേസ്യർ, ഫിലിപ്പിയർ, ഫിലോമോൻ, കൊലോസ്യർ, ഈ 4 ലേഖനങ്ങൾ റോമിൽ താൻ ആയിരുന്ന സമയത്ത് ആ 2 വർഷക്കാലം കൊണ്ട് പരിശുദ്ധനായ അപ്പോസ്തലൻ എഴുതി അയച്ച ലേഖനങ്ങളാണ്.
AD 63 സ്വതന്ത്രനായ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഏഷ്യ മൈനറിലും മാസിഡോണിയയിലും സഞ്ചരിച്ചു എന്നാണ് പാരമ്പര്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാലയളവിലാണ് എബ്രായർക്കുള്ള ലേഖനം, തിമോത്തിയോസിനുള്ള 1-ാം ലേഖനം, തീത്തോസിനുള്ള ലേഖനം എന്നിവ എഴുതിയത്. ഏറ്റവും ഒടുവിലായി തിമോത്തിയോസിനുള്ളതായ 2-ാമത്തെ ലേഖനവും അദ്ദേഹം എഴുതി. AD 65 വീണ്ടും തടവിലാക്കപ്പെട്ട പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നീറോ ചക്രവർത്തിയുടെ പീഡനയുടെ കാലഘട്ടത്തിൽ AD 67 ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായി തീർന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അന്ന് ദമസ്കോസിൽ വെച്ച് വിളിച്ച് വേർതിരിച്ച പൗലോസിൻ്റെ ജീവിതം വളരെ സംഭവബഹുലമായ യാത്രകളിലൂടെ, മിഷണറി യാത്രകളിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഏറെ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടപ്പോഴുമെല്ലാം എൻ്റെ കർത്താവ് നിമിത്തം ഇതെല്ലാം ഛേദമെന്നെണ്ണുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച പരിശുദ്ധനായ അപ്പോസ്തലൻ നീറോ ചക്രവർത്തിയുടെ പീഡനയുടെ കാലത്ത് ശിരച്ഛേദം ചെയ്യപ്പെട്ട് കഴുത്തറുത്താണ് അപ്പോസ്തലനെ കൊന്നത്. പ്രിയമുള്ളവരെ, ആ അപ്പോസ്തലൻ്റെ ജീവിതമാണ് നമുക്ക് മാർഗദർശിയായി മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ നമ്മൾ പഠിച്ചു. അപ്പോസ്തലൻ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിനോട് കൂടെയായിരുന്നു. തന്നെ വിളിച്ചു ചേർത്ത കർത്താവിനോടൊപ്പമായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും. കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി, ആ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വ്യഗ്രതയോടുകൂടെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഏതൊരു സമയത്തും പ്രാർത്ഥനയോടുകൂടെ, ഏതൊരു സന്ദർഭത്തെയും പ്രാർത്ഥനയോടെ നേരിട്ടിരുന്ന പരിശുദ്ധനായ അപ്പോസ്തലൻ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും എല്ലാം ലഘുവായി കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ അതിനെ നേരിട്ട് തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ നാം കണ്ടതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നെണ്ണുവാൻ പരിശുദ്ധനായ അപ്പോസ്തലന് സാധിച്ചത്. അപ്പോസ്തലൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും, ഓരോ അനുഭവങ്ങളും, പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടച്ച് തലകളെ വണങ്ങി ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടയോനേ, നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ദൈവമേ, ഞങ്ങൾ പഠിച്ചതായ ഈ പാഠഭാഗത്തോട് ചേർന്ന് നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം, അദ്ദേഹം ജീവിതത്തിൽ അനുവർത്തിച്ചിരുന്നതായ നല്ല മാർഗങ്ങൾ, പ്രാർത്ഥനയുടെ നല്ല അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും അത് പാലിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലും അത് സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവമേ ഞങ്ങളെ നീ ശക്തരാക്കണമേ. കുറവുകളില്ലാതെ, ജീവിതത്തിൽ തളർന്നു പോകാതെ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വിളക്കായിരിക്കുവാൻ, ആ വചനത്തിൽ നിന്ന് കൂടുതലായി ഗ്രഹിക്കുവാനും പഠിക്കുവാനും ദൈവമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു തമ്പുരാൻ്റെ നാമത്തിൽ കരുണയോടെ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ.